2020 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് സെമി പരീക്ഷണം. കരുത്തരായ ഇംഗ്ലണ്ടാണ് എതിരാളികൾ. മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണി മുതലാണ് മത്സരം. സഞ്ജു സാംസണിന്റെ പ്രകടനത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ. ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, മിന്നിച്ചതാണ് കഴിഞ്ഞ തവണ വെസ്റ്റ് ഇൻഡീസിനെതിരെ. ഇക്കുറി വീണ്ടും സഞ്ജുവിന്റെ ഒരു ഫോം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിശ്ചയമായും നമ്മൾ ഫൈനലിൽ എത്തുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഫൈനലിൽ ന്യൂസിലൻഡ് ഇന്നലെ അടി കണ്ടിട്ട് നമ്മുടെ തല ഇറങ്ങിപ്പോയി. 33 ബോളിലൊക്കെയാണ് 100 റൺസ് അടിച്ച് കൂട്ടിയത്. 13 ഓവർ കഴിഞ്ഞപ്പോൾ തിരിച്ച് കൂടാരം കയറി ടീം വിജയിച്ച്. അപ്പോൾ എന്തായാലും കടുത്ത മത്സരം ഇന്ന് നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ കണ്ണുകളിലും സഞ്ജു സാംസണിലല്ലേ, നമ്മുടെ സ്വന്തം സഞ്ജുവിൽ. ഉറപ്പായും അരുൺകുമാർ, സഞ്ജു സാംസന്റെ കഴിഞ്ഞ കളിയിലെ ഫോം അത് തന്നെയാണ് ആളുകളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വിൻഡീസിനെതിരെ സഞ്ജുവിന്റെ തകർപ്പൻ സെഞ്ചുറിക്ക് സമാനമായ ഒരു 97 റൺസ് അതിനിയും ആവർത്തിക്കണം എന്നുള്ളതാണ് ഇന്ത്യയിലെ മുഴുവൻ ക്രിക്കറ്റ് പ്രേമികൾ മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്നത്. ഇന്ത്യയുടെ സ്വപ്ന ഗ്രൗണ്ടാണ്, ഭാഗ്യ ഗ്രൗണ്ടാണ് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം എന്ന് നമുക്കറിയാം. ആ ഗ്രൗണ്ടിലാണ് ഇന്ന് സെമി ഫൈനൽ നടക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ ചെറിയ കല്ലുകടികൾ ഉണ്ട് എന്നുള്ളതാണ് അരുൺകുമാർ. കഴിഞ്ഞ തവണ 2024 സെമിയിലും ഇംഗ്ലണ്ടിനെ തന്നെയാണ് ഇന്ത്യ നേരിട്ടത്. അതിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു, പിന്നീട് ഇന്ത്യ കപ്പടിച്ചു. പക്ഷേ അതിന് മുൻപുള്ള ലോകകപ്പിൽ 2022 ലോകകപ്പിൽ സെമിയിൽ ഇംഗ്ലണ്ട് തന്നെയായിരുന്നു എതിരാളികൾ. സെമിയിൽ പക്ഷേ ഇന്ത്യ തോറ്റു, ഇംഗ്ലണ്ട് കപ്പടിക്കുന്ന സ്ഥിതിയുമുണ്ടായി. അതുകൊണ്ട് തന്നെ ചരിത്രം നോക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും എടുത്തു പറയാനുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും ഇത്തവണ എന്താകും എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഫോമിലാണ് എന്നുള്ളതാണ്. അഭിഷേക് ശർമ്മ കൂടി ഫോമായാൽ ഇന്ത്യ തകർത്തടിക്കും. 250 മുകളിലേക്കൊക്കെ സ്കോർ പോകും എന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. ബോളിംഗ് യൂണിറ്റ് കൂടി കുറച്ച് മികവിലേക്ക് എത്തണം എന്ന അഭിപ്രായം ക്രിക്കറ്റ് ആരാധകരും ക്രിക്കറ്റിൽ അഭിപ്രായം പറയുന്നവരൊക്കെ പറയുന്നുണ്ട്. 195 റൺസിലേക്കൊക്കെ വിൻഡീസ് പോകാനുണ്ടായ സാഹചര്യം അത് ബോളിംഗ് യൂണിറ്റിന്റെ കഴിവുകേടാണ്. ഒരല്പം കൂടി ഷാർപ്പാകാനുണ്ട് എന്ന അഭിപ്രായമുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ട് 7 മണി മുതലാണ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുന്നത്. സഞ്ജു കഴിഞ്ഞ കളി കഴിയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇനി നമ്മുടെ സ്വപ്നത്തിലേക്ക്, തുടർച്ചയായ 2ാം ലോകകപ്പ് വിജയത്തിലേക്ക് 2 ചുവടുകൾ മാത്രമേ ഉള്ളൂ. അതിൽ 1ാമത്തെ ചുവട് വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് നടക്കാൻ പോകുന്നു. ഇതിൽ വിജയിച്ചു കഴിഞ്ഞാൽ, അപ്പോഴും അരുൺ പറഞ്ഞതുപോലെ ചെറിയ പ്രശ്നമുണ്ട്, ന്യൂസിലൻഡാണ് അപ്പുറത്തുള്ളത്. 13 ഓവറിനുള്ളിൽ കളി തീർത്തവരാണ്. ഏതായാലും ഇന്ത്യ തന്നെ വിജയിക്കുമെന്ന പ്രതീക്ഷ. ഇന്ത്യ ഫുൾ ഫോമിൽ സഞ്ജുവിന്റെ മികച്ച പ്രകടനത്തിനായി ഒരിക്കൽ കൂടി മലയാളികൾ കാത്തിരിക്കുന്നു. വരും ഓക്കെ, ആദിൽ പാലോടാണ് വിവരം നൽകിയത്. സഞ്ജു ഇന്ന് പൊളിക്കണം, പൊളിക്കായിരിക്കും അല്ലേ?